നമസ്കാരം. ഒരു ഭാഗത്ത് ഇസ്രായേൽ നരനായാട്ട് തുടരുമ്പോൾ, ക്രൂരത തുടരുമ്പോൾ, ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ശക്തമായ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് ഇസ്രായേലിലേക്ക് അവർ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അയൺ ഡോമുകൾ കനക്കമില്ല, മാരകമായ രീതിയിലുള്ള ആക്രമണമാണ് ഹിസ്ബുള്ള ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ വിറപ്പിക്കുന്ന രീതിയിൽ സാധാരണക്കാരെയും അവിടുത്തെ ഭരണാധികാരികളെയും ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ആക്രമണം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അവർ തൊടുത്തുവിടുന്ന പല റോക്കറ്റുകളും ഇസ്രായേലിൽ ജനവാസ മേഖലകളിൽ ചെന്ന് പതിക്കുന്നു. അയൺ ഡോമുകൾ കനങ്ങാൻ കഴിയുന്നില്ല, അവർക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. ചില റോക്കറ്റുകൾ അവർക്ക് തടുക്കാൻ കഴിയുന്നുണ്ടെങ്കിലും മിക്കവാറും റോക്കറ്റുകൾ ഇസ്രായേലിനകത്ത് തന്നെ ചെന്ന് പതിക്കുന്ന ഒരവസ്ഥയാണ്. ജനവാസ മേഖലകളിൽ ചെന്ന് പതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ചില കെട്ടിട സമുച്ചയങ്ങൾ നിലം പതിക്കുന്ന ദൃശ്യങ്ങൾ, ഇതൊക്കെ മിക്കവാറും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം ശരിക്കും പറഞ്ഞാൽ ഹിസ്ബുള്ളയ്ക്ക് മുന്നിൽ ഇസ്രായേൽ പതറി വിറച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഹമാസ് ഉഗ്രരൂപം പൂണ്ടിരിക്കുകയാണ്. ഹമാസിന്റെ ഭാഗത്തു നിന്നും വരുന്ന തിരിച്ചടികൾ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഹൂത്തികളാണെങ്കിൽ അമേരിക്കൻ പടക്കപ്പലിന് മുന്നിൽ പോലും അവർ വിളയാട്ടം തുടരുകയാണ്. ഹൂത്തികളെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അമേരിക്ക അപലപിക്കുന്നു എന്നല്ലാതെ അമേരിക്കക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഒരു സഖ്യസേനയെ രൂപീകരിച്ച് ഹൂത്തികളെ നേരിടുന്നതിന് വേണ്ടി അമേരിക്ക രംഗത്തെത്തിയിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കക്ക് വലിയ ചിലവ് വരും. ഈ ചിലവ് ആര് വഹിക്കും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഹൂത്തികളും ഹിസ്ബുള്ളയും ഇസ്രായേലിനെ നിൽക്കാൻ അനുവദിക്കുന്നില്ല. മലേഷ്യയുടെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു തിരിച്ചടി ഇപ്പോൾ ഇസ്രായേലിന് നേരിട്ടിട്ടുണ്ട്. അതായത് ഇസ്രായേലിന്റെ കൊടിവച്ച കപ്പലുകൾ ഇനി മലേഷ്യൻ തുറമുഖത്തേക്ക് വരരുത് എന്ന് മലേഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടും പോകണ്ട. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിനെ ലോകരാജ്യങ്ങൾ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹമാസിന്റെ പോരാളികൾ ശരിക്കും ഇസ്രായേലിന്റെ സൈനികരെ ഓടിപ്പിക്കുകയാണ്. അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഏതെങ്കിലും വിധേന രക്ഷപ്പെട്ടു പോരുന്നതിന് വേണ്ടി ഇന്നലെ ഇസ്രായേൽ പ്രസിഡന്റ് തന്നെ രംഗത്തിറങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായി. എന്നിട്ടും രക്ഷയില്ല. ഹമാസ് പിന്നോട്ട് പോകില്ല എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏത് നിമിഷവും ഇസ്രായേലിലേക്ക് ഹമാസ് പോരാളികൾ ഇരച്ചു കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. ഹൂത്തികളും ഹിസ്ബുള്ളയും ഹമാസും ചേർന്ന് ഇസ്രായേലിനെ വട്ടം കറക്കുന്നു. ചുറ്റുനിന്നും ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും തകർന്നു തരിപ്പണമായിരിക്കുന്നു. അതിർത്തി മേഖലകളിൽ നിന്നും അവരവരുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പലരും ബങ്കറിനകത്താണ്, പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. വലിയ രീതിയിലുള്ള വിലക്കയറ്റം, എല്ലാം കൊണ്ടും ഇസ്രായേൽ ശ്വാസം മുട്ടുന്ന ഒരു സാഹചര്യം. ഏതെങ്കിലും വിധേന യുദ്ധമൊന്ന് അവസാനിപ്പിക്കണമെന്ന് അവർക്കുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ഖത്തറാണെങ്കിൽ ഇനി ഇവരുടെ വിഷയത്തിൽ ഇടപെടില്ല എന്ന ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു കാരണം എല്ലാവർക്കും അറിയാം. നേരത്തെ അവർ ഇടപെട്ട് താൽക്കാലികമായി ഒരു വെടിനിർത്തൽ കൊണ്ടുവന്നതാണ്. എന്നാൽ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇസ്രായേൽ രണ്ടാം ഘട്ട യുദ്ധം തുടങ്ങി. ഇസ്രായേൽ ചെയ്തത് മര്യാദകേടാണെന്ന് ഖത്തർ പറഞ്ഞിരുന്നു. എന്തായാലും ഇസ്രായേൽ അനുഭവിക്കുമെന്നും അന്ന് ഖത്തർ കൃത്യമായി പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖത്തർ ഇടപെടില്ല, മറ്റൊരു രാജ്യങ്ങളും തൽക്കാലം ഇടപെടാൻ വരില്ല, ഇനി ആരിടപെട്ടാലും ഞങ്ങൾ പിന്നോട്ടില്ല എന്ന ഒരു നിലപാട് ഹമാസ് സ്വീകരിച്ചിരിക്കുന്നു. ഇസ്രായേലിന് ഇനി ഒരു രക്ഷയുമില്ല. എങ്ങോട്ട് പോകണം, ആരെ സമീപിക്കണം, ഏത് രീതിയിൽ ഈ വിഷയം ഒന്ന് അവസാനിപ്പിക്കണം. സ്വന്തം നാട്ടിലാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തന്നെ പറഞ്ഞു തുടങ്ങി ഹമാസിനെ ഭരണമേൽപ്പിക്കണം, ഇസ്രായേലിനെ പിരിച്ചുവിടണമെന്ന്. ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കക്കും ഇനി കാര്യമായി ഇസ്രായേലിനെ സഹായിക്കാൻ കഴിയുമോ എന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനെ സഹായിച്ചാൽ ബൈഡന്റെ കാര്യം ഏറെക്കുറെ തീരുമാനമാകും എന്ന് തന്നെയാണ് നമുക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.